ഞാനിന്ന് വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ വിളിച്ചത്. പുലിക്കളി കാണാൻ പോകുന്നുണ്ട്. അപ്പൊ തന്നെ വേഗം റെഡി ആയിട്ട് അമ്മയ്ക്ക് ടാറ്റിങ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടു തൃശ്ശൂർക്ക്. തീരുമാനം കുറച്ച് ലേറ്റ് ആയ കാരണം ഞങ്ങൾ എത്താനായിട്ട് കുറച്ച് സമയം വൈകിപ്പോയി. അങ്ങനെ പരിപാടിയാണ്. ഞങ്ങൾ റൗണ്ടിലെത്തിയപ്പോ എമ്മാതിരി തിരക്ക്, അടുക്കാൻ പറ്റില്ല അങ്ങോട്ട്. പിള്ളേരാണെങ്കിൽ പുലികളെ കാണാനായിട്ട് അച്ഛന്മാരെ തലയിലൊക്കെ കയറുന്നിട്ട് കാണണം. പരിപാടിക്ക് തല്ലുണ്ടായപ്പോഴും സാറുമാരിൽ ആദ്യം കൊണ്ട് ഇറങ്ങി അടിക്കാനായിട്ട്. കുറെ പേർക്കാണെങ്കിൽ വയ്യാണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആംബുലൻസ് കിടന്ന് ഓടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരം ഒന്നും കാത്തിരിക്കണ്ടെന്നില്ല. നമ്മുടെ പുലികൾ ലോറിയിൽ വന്നെത്തി. ഈ വട്ടത്തെ പുലിക്കളിക്ക് ആൺപുലികളും പെൺപുലികളും കുട്ടിപ്പുലികളും വരണ്ടായിരുന്നു. ഒരു കുടുംബം തന്നെ ഉണ്ടായിരുന്നു പുലിക്കളിക്ക്. പിന്നെ എല്ലാ ടീമിലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ടാബ്ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതിന് ഞങ്ങൾക്ക് എല്ലാ ടീമിന്റെ പരിപാടി കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ കണ്ട ടീമുകളെല്ലാം ഒന്നും വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പുലികളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഒരു വലിയ ടാബ്ലോ കണ്ടത്. പുലിയുടെ തലയും മീൻ്റെ ഉടലും കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. കൂടുതലും ടാബ്ലോസ് ലഹരിക്കെതിരായിരുന്നു. ഞങ്ങൾ ആ ടാബ്ലോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേറൊരു പുലിച്ചേട്ടൻ സിഗരറ്റ് വലിച്ചോണ്ട് പോണ്. Coolies, trolley pullers, but we are not buggers. റൗണ്ടിന്റെ രണ്ട് സൈഡിലായിട്ടായിരുന്നു ഓരോ ടീമിന്റെയും ഫലപ്രഖ്യാപനം നടത്താനായിട്ടുള്ള റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്റെ നാട് തൃശ്ശൂരാണെങ്കിൽ ഞാൻ ആ കൂടി ഒരു പ്രാവശ്യം മാത്രമേ പുലിക്കളി കാണാൻ പോയിട്ടുള്ളൂ. പിന്നെ പോകുന്നത് ഈ വർഷം. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യം എനിക്ക് പോയപ്പോ കിട്ടിയത്. ഞാൻ നടക്കണ വഴിക്ക് കുഞ്ഞിന്റെ വീഡിയോ എടുത്തപ്പോ ആ കുഞ്ഞിന്റെ അച്ഛൻ നിന്ന് തന്നു കേട്ടോ അവരുടെ വീഡിയോ എടുക്കാനായിട്ട്. ചേട്ടാ വീഡിയോ കാണാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞങ്ങളങ്ങനെ നടന്ന് വടക്കേ സ്റ്റാൻഡിലെത്തിയപ്പോണ്ടല്ലോ ചേട്ടന്മാരൊക്കെ പുരിഞ്ഞ ഡാൻസ് കളി. എല്ലാവരും തുള്ളിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കേണ്ട കാരണം ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒതുങ്ങി നിന്നു. അങ്ങനെ ഈ വർഷത്തെ ഓണം മൊത്തത്തിൽ അങ്ങോട്ട് കളറായി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഈ വർഷത്തെ ലാസ്റ്റ് ഹാപ്പി ഓണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.